ഷാർജയിലെ ഫ്ളാറ്റിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ കൊല്ലം കേരളപുരം സ്വദേശി വിപഞ്ചികയുടെ ഭർത്താവ് നിതീഷിനെ ലുക്കൌട്ട് നോട്ടീസ് നൽകി. നിതീഷിനെ നാട്ടിലെത്തിച്ച് മൊഴിയെടുക്കാനാണ് നിലവിലെ നീക്കം. ഫ്ളാറ്റിലെ ഹോം മെയ്ഡിന്റെ മൊഴിയെടുത്തു ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. കുഞ്ഞിനെ കൊലപ്പെടുത്തി ഷാർജയിലെ ഫ്ളാറ്റിൽ ആത്മഹത്യ ചെയ്ത വിപഞ്ചികയുടെ മരണത്തിൽ ഭർത്താവ് നിതീഷിനെതിരെയാണ് ക്രൈംബ്രാഞ്ച് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത്. ഷാർജയിലെ ഫ്ളാറ്റിലെ മെയ്ഡിനെ വിളിച്ചു വരുത്തി അന്വേഷണ സംഘം മൊഴിയെടുത്തു. നിതീഷിനെ നാട്ടിൽ വിളിച്ചു വരുത്തുന്നതിന്റെ ഭാഗമായാണ് ലുക്കൌട്ട് നോട്ടീസ് നൽകിയത്. നിതീഷിൽ നിന്ന് അന്വേഷണ സംഘം വിശദമായ മൊഴിയെടുക്കും. ആത്മഹത്യ ചെയ്യുകയാണെന്ന് വിപഞ്ചിക സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടിരുന്നു. പിന്നീട് ഈ പോസ്റ്റ് അപ്രത്യക്ഷമായതിലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി വിപഞ്ചികയുടെ മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധന നടത്തും. വിപഞ്ചികയുടെ ലാപ്ടോപ്പ് ഇതുവരെയും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. നിതീഷിന്റെ അച്ഛൻ, സഹോദരി എന്നിവരുടെ മൊഴി പിന്നീട് സ്വീകരിക്കും. അന്വേഷണം കൃത്യമായ വഴിക്കാണ് നീങ്ങുന്നതെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ന്യൂസ് മലയാളം, കൊല്ലം.